യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊന്ന് എടുപ്പോണ്ടിരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു ചേന ഉണ്ട്, വിളവ് എടുക്കാൻ. അതൊരു വീട് കാണിച്ചു തരാം. ചെറിയ ചാക്കാണ്, ചാക്ക് നിറച്ചുണ്ട് തോന്നുന്നു കാണുമ്പോൾ. ചാക്ക് ചെറിയ ചാക്കാണ്, എന്നാലും അതിൽ നിറച്ചും കാണുന്നുണ്ട്. ഇത് ഞാനിതിപ്പം ഇതിനകത്ത് വാരി ഇട്ടിട്ടെ, ഇതിപ്പോൾ ഇതിനകത്ത് വാരി ഇട്ടിട്ട് അത് വാരി എടുക്കട്ടെ. അതിൻ്റെ അകത്ത് കിട്ടുന്നില്ല, ചാക്കിൻ്റെ അകത്ത് മണ്ണ് നീക്കട്ടെ. ഇത് മണ്ണല്ല, ഇത് ചകിരിച്ചോറാണ്. ഞാൻ മണ്ണില കൃഷിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിത് നട്ടത് ഇന്ന് ഓണത്തിനൊരു ചേന കിളക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തിരുന്നത്. അത് നിങ്ങളെയും കൂടി കാണിച്ചു തന്നേക്കാന്ന് വിചാരിച്ചിട്ടാണ്. എന്തുണ്ട് നോക്കാം, എത്രപ്പാരി ഉണ്ടെന്ന് നോക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ചകിരിച്ചോറ് അല്ല, ഇതുകൊണ്ട് ചേനയുണ്ട് വിളവെടുക്കണം, പിന്നെ കുറച്ച് കക്കിരിക്കുണ്ട്, കുക്കുംബറുണ്ട് എടുക്കാൻ. ഇതെല്ലാം കൂടി ഞാനൊന്ന് എടുക്കട്ടെ. ഇത് അടിയിലായതുകൊണ്ട് കിട്ടുന്നില്ല. കണ്ട കണ്ട അപ്പാ ചേനയുണ്ട്, വേണ്ട ചേനയുണ്ട്, വേണ്ട വലിയ ചേന. ഞാനത് പറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ചേന ഉണ്ടാ, അത് പറിച്ച് അത് കഴുകിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ വിളവെടുക്കുമ്പോൾ ഒരു സന്തോഷം പറയാൻ കഴിയില്ല. ഞാൻ വിചാരിച്ചു ആ ചാക്ക് ചെറിയ ചാക്കായി പോയിനോ, അതിൽ നിറച്ചുകൊണ്ട് പറിക്കാൻ അരുന്നൊന്നും എടുത്താൽ കിട്ടുന്നില്ല. കണ്ട കണ്ടില്ലേ, വലിയ വലിയ നല്ല വണ്ണമുണ്ട്, ഉള്ളോട്ട് കിഞ്ഞിന്. കണ്ട കഴുകട്ടെ, കഴുകട്ടെ, കഴുകി കാണിച്ചു തരാം. കഴുകട്ടെ, നല്ല വലിയ ചേന മോശമൊന്നുമില്ല, നല്ല അടിപൊളി ചേനയാണ്. ഞാനിതൊന്നും പ്രതീക്ഷിച്ച, നമ്മൾ മണ്ണില്ല, ഒരു തരി മണ്ണ് പോലും ഇല്ലാതെ കൊണ്ടുള്ള കൃഷിയാണ്. ഒരു തരി മണ്ണ് പോലും ഇല്ലാത്ത കൃഷിയായത്. എൻ്റെ കൃഷിയെല്ലാം മണ്ണില്ലാത്ത കൃഷിയാണ്. അതിൽ ഇത്രയും വളവിട്ട് നിങ്ങൾ എന്താ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കണ്ടാ ചേന വലിയ ചേനയാണ്. ചെറിയ ചാക്കിലാണ്, ചെറിയ ചാക്കാണ്. ആ ചാക്ക് നിറച്ചുണ്ട്, സൈഡിലേക്ക് കൂടി പോകുന്നേയില്ല, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ഇത് കൂടിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു കത്തിരിക്കുണ്ട് വടിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ പറിച്ചിട്ട് എനിക്ക് കാണിച്ചു തരാം. പറിച്ച് വെച്ചിട്ട് നേരെ കുറച്ച് ബാക്കി പറിച്ച് തരാം, കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഞാനിവിടെ പറിച്ച് വെച്ചിട്ട് വേഗം ആഴ്ചയിട്ട് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അന്നേരം ഞാൻ വിചാരിച്ചു ചേന കുറച്ച് വണ്ണം കാണുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്കൊന്ന് കാണിച്ചു തന്നേക്കാൻ വെച്ചിട്ടാണ്. കണ്ടില്ലേ, ഇതേപോലെ കക്കിരിക്കും കിട്ടി, കുക്കുമ്പറും കിട്ടി. രാവിലെ ഓണത്തിന് നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ചിട്ടില്ല കറി വെക്കുമെന്ന് പറയുമ്പം കുറച്ച് പച്ചമുളകും കിട്ടി. പച്ചമുളകിന് അപ്പുറം ഉണ്ട് കുറച്ച് പരിക്ക്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടല്ലോ, ഇതാ ഇത് കണ്ടില്ലേ, ഇത് കണ്ടല്ലോ, ഇത് കണ്ട ഇത്രയുണ്ട് ഈ കക്കരിക്ക. ഇത് എത്രയും കിട്ടി, അതൊരു സന്തോഷം തന്നെയല്ലേ. ഇപ്പം നമുക്ക് ഇതിപ്പോൾ ചേന എന്ന് പറഞ്ഞാൽ നല്ല വലിയ ചേന, ചെറിയ ചാക്കല്ലേ. ചേന കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഇത് എടുത്ത് കാണിച്ചു തരാമല്ലോ. ഇത് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം. കണ്ട 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 ചേന കണ്ട, കക്കിരിക്ക വേണ്ട, ഇത്രയും കക്കിരിക്ക കിട്ടി. ഇനിയിപ്പം അപ്പുറത്തെ പോയി എന്തെങ്കിലും നുള്ളിപ്പറിക്ക് എടുക്കാനുണ്ടാവും. പക്ഷേ ഇനിയിപ്പം തൽക്കാലം ഞാൻ എടുക്കില്ല. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരെ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് മുന്നോട്ട് പോകുന്ന വഴി. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരെ നമസ്കാരം, ഗുഡ് ബൈ. ഇത് വിളവെടുപ്പ് വേണ്ട, ഇത് കണ്ട, ഇത് കക്കിരിക്കാന്ന് ഒരുപാട് കക്കിരിക്കുന്നുണ്ട്. ഒരു 4-5 കിലോ കക്കിരിക്കുന്നുണ്ട്. പിന്നെ ചേന ഒരു 2-2.5 കിലോ ചേനയുണ്ട്. കണ്ട ചേന കണ്ട, ഇത്തിരി ചേനയും കിട്ടി. എനിക്ക് നല്ലൊരു സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ കിട്ടുമ്പോൾ നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവച്ചതല്ലേ. ഇത് നിങ്ങൾ കാണിച്ചു തരാൻ